ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് ഞാനൊരു വ്ളോഗ് ചെയ്യണത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ മിലുവിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോവുകയാണ്. മിലുവിനെ ബാഗിലിട്ട് അടച്ചപ്പോൾ അവൾക്കൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അവളുടെ മേത്ത് കുറച്ച് ചെള്ളൊക്കെ ഉണ്ട്, ചെവിയിൽ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവന്നാക്കി 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം ഞാൻ അവളുമായിട്ടിങ്ങനെ പോവാണ്. പിന്നെ അവൾക്കൊരു സ്വഭാവമുണ്ട്, പുറത്തൊക്കെ കുറച്ച് നേരം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൾ ചെറിയ പ്രാണികളെയൊക്കെ പിടിക്കും. പക്ഷെ അത് തിന്നുമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും പുറമേ കിടന്ന് നടക്കുന്നതുകൊണ്ട് അവൾക്ക് മേത്തൊക്കെ കുറച്ച് ചെള്ളുണ്ടായി. പിന്നെ അവളുടെ ടെയിലൊക്കെ കുറച്ച് വളർന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയോ എല്ലാം ചെയ്യണം. അപ്പം ഞാനങ്ങനെ ഞങ്ങളുടെ കടാതി പെറ്റ് ഷോപ്പിലെത്തി. അവിടെയാണ് അവളെ സ്ഥിരം കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രൂമിങ്ങിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അവളെ ഇടയ്ക്ക് കരയുന്നുണ്ട്, അവൾക്ക് പേടിയുണ്ട്. മിലുവിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ റൂമാണിത്. ഇവിടെ ആൾ വന്നിട്ടില്ല. മിലുവിനെ ഞാനിവിടെ ഇരുത്തി. പിന്നെ അവളുടെ കഴുത്തിലൊരു ബോയ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പഴയതായിപ്പോയി. അപ്പോൾ എനിക്ക് അപ്പുറത്തെ റൂമിലെ ആൾ വരുമ്പോഴത്തേക്കും അവൾക്ക് പുതിയൊരു ബോയും ഒരു കൊച്ചു മണിയുണ്ട്, അതിനകത്ത് കിലുങ്ങും. അവളെവിടെയെങ്കിലും പോയി ചിലപ്പോഴൊക്കെ അവൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കും. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു കിലുക്കവും കൂടി ഉണ്ട്. അത് കാരണം പുതിയത് വാങ്ങിക്കണം. അത് അപ്പുറത്തെ റൂമിൽ പോയിട്ട് പുതിയത് വാങ്ങണം. അപ്പം ഞാൻ അവളെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നത്. ഇവിടെയാണ് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. ഇവിടെ അവൾക്കിടെ ഫുഡും പിന്നെ ഇവർക്ക് കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം കിട്ടും. അപ്പോഴത്തേക്കും ആൾ വന്ന കാരണം എന്നെ വിളിച്ചു. അവളുടെ നഖരൊക്കെ ഒത്തിരി വളർന്നായിരുന്നു. അപ്പോൾ അവളുടെ നഖരൊക്കെ വെട്ടി. പിന്നെ അവൾക്കിടെ മുടി കുറച്ച് പുറത്തേക്കിടെയൊക്കെ അവൾ എപ്പോഴും നടക്കുന്നത് കൊണ്ട് കുറച്ച് മുടിയിൽ കുറച്ച് ജടയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് വേണം അവൾ വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. അവളെ നല്ല കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി എനിക്ക് തന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കണം ഇനി. ഡോക്ടർ പറഞ്ഞ് അവൾക്കിടെ മേത്ത് കുറച്ച് ചെള്ളൊക്കെ ഉണ്ടാവണുണ്ട്. പിന്നെ ചെവിയിൽ ചെറിയൊരു ഇൻഫെക്ഷനുണ്ട്. അപ്പം മേത്ത് ചെള്ളുണ്ടാവാതിരിക്കാനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു മെഡിസിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി ഇവളുടെ അപ്പുറത്തെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഡോക്ടർ അത് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ഒക്കെയാണ് അവളെ ഇനി കുളിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവളുടെ മേത്തിന് 1 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ മെഡിസിൻ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ചെള്ളിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയണേ. അങ്ങനെ മിലുവിനെ ഞാൻ വീണ്ടും അവിടെ കൊണ്ടുവന്നിരുത്തി മെഡിസിൻ ചെയ്യുവാണ്. മിലുവിന് ഭയങ്കര പേടിയാട്ടോ. മിലു എന്താ ചെയ്യാനാന്നുള്ള രീതിയിൽ മിലു ഇങ്ങനെ പതുങ്ങിയിരിക്കുക. ഇനി മിലുവിൻ്റെ ഫുഡ് വാങ്ങണം. മിലു ഒരു ചിക്കനും വെജിറ്റബിളിൻ്റെയും ഒരു ഫ്ലേവറുള്ള ഒരു പെഡിഗ്രിയാണ് അവൾ കഴിക്കുന്നത്. അവൾക്ക് ശരിക്കും അത് ഈ ചിക്കൻ്റെ ഫ്ലേവർ മാത്രമേ ഇഷ്ടമുള്ളൂ. ഓഷ്യൻ ഫിഷിൻ്റെ ഒന്നും പുള്ളിക്കാരി കഴിക്കില്ല. അപ്പോൾ മിലുവിനെ ഞാൻ അങ്ങനെ വീണ്ടും അവരെനിക്ക് ബാഗിലാക്കി തരുവാണ്. ഞാൻ വീട്ടിലോട്ട് ഇനി തിരിച്ചു പോരുവാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റ് വോയിസും ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മിലുവിനെ പോലെ തന്നെ ഒരു പേടി എനിക്കുമുണ്ട്. അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ദയവായിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. ഇത് മിലുവിൻ്റെ പുതിയ ബോ വാങ്ങിച്ചതാണ്. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ അവളുടെ പേടിയൊക്കെ മാറി. അവൾ അതനുസരിച്ച് ഓടിപ്പോയി. ഇതാണ് അവളുടെ ഫുഡ്. അവൾ ഇന്നും കഴിക്കണത്. ഇന്ന് ഫുഡ് തീർന്നായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയത് വാങ്ങിച്ചതാണ്. അങ്ങനെ അവളേക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ എടുത്തല്ലോ പുള്ളിക്കാരി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ഫുഡ് കൊടുത്തു. അവൾ ഭയങ്കര ആർത്തിയോടുകൂടി കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കണേ.